Watch full episodes on Jio Hotstar. വരൂ മോട്ടു പതലു. ഇനി ടിംനെ കിട്ടും, ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ബിലീവ്, ബിലീവ്. അപ്പോ ഹിം നരേഷ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ടിംനെയും അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് വിശ്രമിക്കാനൊന്നും ഒട്ടും സമയമില്ല. ഞങ്ങൾ വരട്ടെ. ആ വരൂ, ഞാനും നിങ്ങളോട് ടിംനെ അന്വേഷിക്കാം. വലിയേട്ടാ, നിങ്ങൾ ടിംനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ഏട്ടാ, ഞാനൊന്നും കണ്ടില്ല. അല്ല, നിങ്ങൾ ഈ ടിം ആരുടെങ്കിലും കൂടെ പോകുന്നത് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടതേ ഇല്ല. ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമാ, പക്ഷേ ടൈഗർ ചാനിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമല്ല. നീയും ഇവിടെ അത്ഭുത മനുഷ്യൻ കുംഫു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണല്ലോ. ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ ഇവിടെ അത്ഭുത മനുഷ്യ കുംഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല. ടിംനെ കാണുവാനില്ല. ഞങ്ങൾ അവനെയും അന്വേഷിച്ച് വന്നതാണ്. കേട്ടോ കൂട്ടുകാരെ, ഹിം നരേഷ് ടിംനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഭീരുക്കളുടെ സൈന്യമാണല്ലോ അയച്ചിരിക്കുന്നത്. ഈ ഭീരുക്കളായ ആൾക്കാർ തന്നെയാണ് ഒരു ദിവസം നിന്നെ ഭീരുവാക്കിയിട്ട് പോയത്. അത് നീ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. നിന്നെ ഒന്നും മറക്കാനും അനുവദിക്കില്ല. ഇന്ന് കണക്ക് തീർത്തിരിക്കും. ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചേക്കും, പക്ഷേ ടൈഗർ ചാനിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ടൈഗർ ചാങ്, നീ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. നീ ഫൈറ്റർ അല്ല, ചെകുത്താനാ. എന്താ പറഞ്ഞേ? എന്നെ നേരിടാൻ നീയോ? ആകാശത്തിന് വന്നിട്ട് ഡോഗിയുടെ പുറത്താണല്ലോ വീണത്. ഡോഗി എന്റെ ചങ്ക്, എന്നെ എങ്ങനെ ഓടിക്കല്ലേ, എനിക്ക് വയ്യ. എന്നെ വിട്ടേക്ക് ഡോഗി. എന്റെ അമ്മോ, പോലീസുകാർക്ക് ഇപ്പൊ എന്തൊരു മോശമായ സമയമാണ്. കോഴിക്കുഞ്ഞു പോലും എന്നെ കളിയാക്കി പോണത് കണ്ടില്ലേ? പൊളിച്ചടുത്തല്ലോ, ഞാനിവിടെ കുടുങ്ങിയിരിക്കാണ്. എന്നെ ആരെങ്കിലും താഴേക്ക് ഇറക്കണേ, വേഗം താഴേക്ക് ഇറക്കണേ പ്ലീസ്. എന്റെ 20 കൊല്ല അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരിക്കലും തലകുത്തി നിന്നിട്ടില്ല.
രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. മോട്ടു, നിന്റെ മനസ്സ് എത്ര വലുതാണ്. ശത്രുവായിരുന്നിട്ട് കൂടി നീ എന്നെ രക്ഷിച്ചില്ലേ? നോക്കൂ ടൈഗർ ചാൻ, ഞാൻ നിന്നെ ഒരിക്കലും എന്റെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. നീ ഹിം നരേഷിന്റെ മകനെ പോലെയാണ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ ആവട്ടെ അദ്ദേഹത്തെ ഒരുപാട് വെറുക്കുകയും ചെയ്യുന്നു. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടി. ടൈഗർ ചാങ്, നീ ഒരു ധൈര്യശാലിയായ മനുഷ്യനാണ്. പക്ഷേ നീ ക്ഷമ ചോദിക്കാൻ ഭയപ്പെടുന്നു. നിന്റെ തെറ്റ് തിരുത്താനുള്ള നല്ലൊരു അവസരമാണിത്. ടിമിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ ഞങ്ങളെ സഹായിക്ക്. ശരി, ടിമിനെ കണ്ടുപിടിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ടിമിനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹിംനരേഷിനെ കാണുകയുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ക്ഷമ ചോദിക്കാൻ. ടിമിനെ തട്ടിക്കൊണ്ടുപോയവർ എങ്ങനെയുണ്ടെന്ന് മാത്രം എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. അയാളെ കാണാൻ ടോൾ മാൻ, 4 ഹാൻഡ്, സോറി, ഒരു മാനേഴ്സും ഇല്ലാത്ത ഒരുത്തൻ, രാക്ഷസനെ പോലെ ഇരിക്കും. എന്ത് രാക്ഷസന്? പക്ഷേ ഇവിടെ എങ്ങും രാക്ഷസനില്ലല്ലോ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ രാക്ഷസരെ പോലുള്ളവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. ഇനി ഒരു പക്ഷെ അവരായിരിക്കും. എന്നാ പിന്നെ നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും അവിടെ പോകുക തന്നെ ചെയ്യും. അവിടെ ഞാൻ ടിമിനെ അന്വേഷിച്ച് കണ്ടെത്താം. നിങ്ങൾ എല്ലാവരും ഇവിടെ അന്വേഷിക്കും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. എതിരാളി എത്ര വലിയവനാണെങ്കിലും അവന്റെ വീക്ക് പോയിന്റ് അവന്റെ തലയിലുണ്ടായിരിക്കും. അതായിരിക്കണം ലക്ഷ്യം. ഇവരെന്റെ ഏറ്റവും ശക്തിശാലിയായ മൃഗത്തിനെ കൊന്നിരിക്കുന്നു. ഞാൻ ഇവരെ ഒരിക്കലും വിടില്ല. ടൈഗർ ചാങ്, നീ ചെല്ല്. ടിമിനെയും ഉർവശിയെയും രക്ഷിക്ക്. ടിമുമായിട്ട് വീട്ടിലേക്ക് പോകൂ. എവിടെ നിൽക്കരുത്. മുക്കറി, നിങ്ങളും കൂടെ ചെല്ല്. കഴിഞ്ഞു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പോകൂ എന്റെ സാരഥി. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ പ്രയോഗം ഓർത്താ മതി. അപ്പൊ എല്ലാം ഓർമ്മ വന്നോളും. നിങ്ങൾ പോയിക്കോ, ഇവന്മാരെ ഞങ്ങൾ നോക്കിക്കോളാം. പിടിച്ചോ. എന്റെ കയ്യിലുള്ള അവസാനത്തെ ആയുധം ബാക്കിയുണ്ട്. ഡോക്ടർ സ്നേക്ക്, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ എല്ലാ മൃഗങ്ങളുടെയും DNA എന്റെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നോക്കാം മോട്ടുവിനും പത്ലൂനും എന്നെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്.
ഇന്നത്തോടെ ഞാൻ നിന്റെ കളി അവസാനിപ്പിക്കാൻ പോവാണ്. അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവർ നിന്റെ അച്ഛനെയും കൂടെ കൊണ്ടുവരും. അത്ര പെട്ടെന്നൊന്നും അവർ തോൽവി സമ്മതിക്കില്ല. ഇത് ചീറ്റിംഗ് ആണ്. ഒരുപാടായി. എനിക്ക് തന്നതൊക്കെ ഞാൻ തിരിച്ചു തരണ്ടേടോ നിനക്ക്. മതിയാക്ക് ഡോക്ടർ സ്നേക്ക്, വീട്ടിലേക്ക് ചെല്ല്. ഞങ്ങൾ വന്നത് ടിമിനെ കൊണ്ടുപോവാനായിരുന്നു, പക്ഷേ ഇപ്പം നിന്നെയും കൊണ്ടുപോവുക. ഇല്ല ഇല്ല, ഈ രൂപം കാരണമാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്കിനി അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എനിക്ക് മനുഷ്യരെ മൃഗങ്ങളായി മാറ്റാൻ കഴിയും, പക്ഷേ എനിക്ക് തിരിച്ചവരെ മനുഷ്യന്മാരായി മാറ്റാൻ അറിയില്ല. എന്റെ രോഗികളാണ് സത്യം. എനിക്കതൊക്കെ അറിയാൻ ചങ്കേ. ഞാൻ എല്ലാം ശരിയാക്കി തരാന്നേ. ഞാൻ എല്ലാവരെയും ശരിയാക്കാനുള്ള മറുമരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ചങ്കേ. താങ്ക് യു ഡോക്ടർ ജട്ക. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്റെ മകനെയും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. എനിക്ക് എന്റെ രൂപം തിരിച്ചു കിട്ടി. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
ഹിംപുത്ര, എന്റെ മകനെ, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എത്ര നാളായി നിന്നെ കാണാതായി? നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വന്നില്ലേ മോനെ? കണ്ടില്ലേ വലിയേട്ടാ, അങ്ങനെ അച്ഛനും മകനും ഒന്നായി. ഇനി ഈ മോട്ടുവിനെയും പത്ലുവിനെയും ആർക്ക് വേണം? ഒട്ടുപത്ലു, നിങ്ങളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലോ അതൊരിക്കലും കൂടുതലാകില്ല. ഇന്ന് നീ എനിക്ക് എന്റെ 2 മക്കളെയും തിരിച്ചു തന്നു. ടൈഗർ ചാങ്, ഹിമപുത്ര, നിങ്ങൾ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നു. നീയൊന്നും പറയേണ്ട കാര്യമില്ല ഉർവശി. ടൈഗർ ചാങ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ തിരിച്ചു വന്നല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എല്ലാ കഥകളും നിങ്ങളുടെ മകനോട് ചോദിക്കൂ. മനസ്സ് നിറയും വരെ അവനുമായി സംസാരിക്കൂ. അതുവരെ ടിംടിമിന് ഞാൻ കുറച്ച് അഭ്യാസങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. ഞാനിപ്പോ 2 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് പോയിട്ട് 2 മണിയാകുമ്പോ അടിപൊളി ഫുഡുമായിട്ട് തിരിച്ചു വരാം. ബൈ. ഓ ചങ്കുകളെ, ഞാനിപ്പോ ടിംടിമിന്റെ അമ്മയെയും പഴയതുപോലെ ആക്കിത്തരാം. ആ ഓ. ആ. ഡോക്ടർ ജഡ്ക, ഞാൻ വിചാരിച്ചത് ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണെന്നാ. പക്ഷെ നിങ്ങൾ ഇയാൾക്ക് ഞാനല്ല അതിന് ട്രെയിനിങ് കൊടുത്തത്. അതുകൊണ്ടല്ലേ ഇയാൾക്ക് ഇത്രയും ബുദ്ധി. ടിംടിമിന്റെ അച്ഛൻ മൃഗങ്ങളുടെ ശക്തി മനുഷ്യരിൽ കൊണ്ടുവന്ന് ഒരു പവർഫുൾ കുംഫു ആർമി ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ല. എന്നാൽ മോട്ടുവിന് അത് ചെയ്യാൻ സാധിച്ചു. കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പരിശീലനം കൊണ്ട് മനുഷ്യന് എത്ര ശക്തി ആഗ്രഹിച്ചാലും അവനത് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കേ ടിം, ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. Watch India's largest kids library only on Jio Hotstar. Download the app now.